അടിച്ചു ഗായ്സ്, അടിച്ചു. നമ്മള് 100 സബ്സ്ക്രൈബർ നമ്മുടെ യൂട്യൂബിൽ അടിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് വീഡിയോ കാണാം. ഷിംബ, എങ്ങനെയുണ്ടോ നമ്മുടെ 100 സബ്സ്ക്രൈബേഴ്സ്? അതെ, ഇവനാണ് നമ്മുടെ സിംബ, അറിയാലോ. അവനും എൻജോയ്മെന്റ് കൂടട്ടെ. അപ്പൊ നമുക്ക് അവരോട് നീ ചോദിച്ചു നോക്കാം. പാടാ നമ്മുടെ 100 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. എന്താണ് അഭിപ്രായം? അത് നല്ല അഭിപ്രായം. ഓക്കെ, ഒരു വലിയ അഭിപ്രായങ്ങളൊന്നും ഇല്ല. അവര് പോട്ടെ, അവര് പോട്ടെ. അപ്പൊ പറഞ്ഞു ഇനി ചളിയാക്കുന്നില്ല. ഒരു സംഭവം കൂടെ ഉണ്ട്. അതായത് ഇന്ന് വീട്ടിൽ ഞാൻ എൻ്റെ പഴയ അലമാരിയൊക്കെ നമ്മുടെ തുണിയൊക്കെ നടുക്കി വെച്ചേക്കുന്ന ഒരു സമയത്ത് ഞാൻ എൻ്റെ ഒരു പഴയ ഒരു സാധനം കണ്ടു. അത് കണ്ടപ്പോൾ തൊട്ട് എൻ്റെ പൊന്നടവേ എൻ്റെ നൊസ്റ്റാൾജി അടിച്ച് പണ്ടാൻ തുടങ്ങി. ആ സംഭവം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ സംഭവം എന്താണെന്നല്ലേ, അത് നൊസ്റ്റാൾജി അടിക്കുന്ന ഒരു സാധനം തന്നെയാണ്. കാണിച്ചു തരാം. ഇതാണ് എൻ്റെ 10ാം ക്ലാസ്സിലെ എൻ്റെ സ്വന്തം എന്തായിരുന്നു ഡയറി അല്ല, നമ്മുടെ ഓട്ടോഗ്രാഫ്. അതെ, നമ്മൾ 10ൽ നിന്ന് പിരിഞ്ഞു പോയപ്പോൾ നമ്മൾ കൂട്ടുകാരെ നിന്നെല്ലാം എഴുതി മേടിച്ച ഓട്ടോഗ്രാഫാണ്. അത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, സീക്രട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ കേൾപ്പിച്ചു തരാം, വായിച്ച് കാണിച്ചു തരാം. അപ്പോൾ വായോ നമ്മുടെ ഓട്ടോഗ്രാഫൊക്കെ ഒന്ന് കേട്ടു നോക്കാം. 10ലെ നമ്മുടെ ഓട്ടോഗ്രാഫായിരുന്നു. അത് കുറേ പരിപാടികളുണ്ട് ഇതിനകത്ത്. അതൊക്കെ ഞാൻ കേൾപ്പിച്ചു തരാം. അന്നത്തെ 10ാം ക്ലാസ്സിലെ മെയിൻ സംഭവമായിരുന്നു. ഞാൻ 10 പഠിക്കുമ്പോഴായിരുന്നു പ്രേമം ഇറങ്ങിയത്. അന്ന് വൻ ഹിറ്റായിരുന്നു. അങ്ങനെ നോക്കിയെടുത്തൊരു സാധനമായത് പ്രേമം എഡിഷൻ. ഓ മാൻ, അതെ. ഇപ്പോൾ ഫസ്റ്റായിട്ട് നമ്മുടെ പേരും അഡ്രസ്സൊക്കെ എഴുതിയാണ് തുടങ്ങുന്നത്. പിന്നെ എന്തുവാ, ചാർലി, ബാഹുബലി ഇതെല്ലാം ഇറങ്ങിയ വർഷമായിരുന്നു 2016. അന്നാണ് ഞാൻ 10ാം ക്ലാസ് എഴുതി എന്ന സമയം. പക്ഷേ ഇതൊരു കുഴപ്പം കേട്ടോ. സംഭവം എന്ത്, എന്ന് ഞാൻ 3 പേരുണ്ട്. ഞാൻ മനുഷ്യ ദിലീപ്, ഞങ്ങൾ 3 പേരും ഗ്യാങ് ആയിരുന്നു. അപ്പം ഞാൻ ജോർജ്, ഒരുത്തൻ ശംഭു, ഒരുത്തൻ ഗോയ. കുഴപ്പമായിരുന്നു, ഒന്നും പറയണ്ട. അപ്പം ഞങ്ങൾ അങ്ങനെ എഴുതിയാണ് പ്രേമം മണ്ണ് ജോർജ്. ഞാനായിരുന്നു ജോർജ്, മോനെ മാസ് ബോയ്. അതെ, അങ്ങനൊന്നും ഇല്ല, എന്നാലും അതെ ചെറുതായിട്ട്. അപ്പം ഞാനായിരുന്നു. അപ്പം എൻ്റെ ഫോട്ടോഗ്രാഫ് ആയപ്പോൾ ഞാൻ അഡ്രസ്സും കാര്യങ്ങളെല്ലാം എഴുതി. പിന്നെ ഞാൻ എഴുതിയ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ ഓട്ടോഗ്രാഫി കയ്യൊപ്പ് ചേർത്തുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വിജയാശംസകൾ നേരുന്നു. അങ്ങനെയായിരുന്നു നമ്മൾ തുടങ്ങിയത്. അങ്ങനെ കുറേ പേരുണ്ട് അതിനകത്ത്. എൻ്റെ 10ാം ക്ലാസ്സിൽ എനിക്ക് 2 ലൈൻ കമ്പി ഉണ്ടായിരുന്നു. അതെ, അവരെല്ലാം എഴുതിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ കേൾപ്പിച്ചു തരാം. കുറേ ഗുണങ്ങളുണ്ട്. ഒരുത്തി എഴുതിയത് നമ്മുടെ 8ാം ക്ലാസ് ജൂനിയർ ആയിരുന്നു. അത് എഴുതിയ ഇത് സ്ഥിരം കേൾക്കുന്നത് നമ്മുടെ 90s 2Kയുടെ തുടക്കത്തിക്കാരുടെ ഒരു മെയിൻ സംഭവമാണ്. വിശാല മനസ്സേ, വിദൂര മനസ്സേ, വിധി ഉണ്ടെങ്കിൽ വീണ്ടും കാണാം. മെയിൻ സംഭവമായിരുന്നു. അത് കുറേ പേര് എനിക്ക് തന്നൊരു സംഭവം. അത് പിന്നാണ് ഈ എന്തുവാ കുറേ രണ്ടാമത്തെയാണ്. രണ്ടാമത് എഴുതിയിരിക്കുന്നത് തന്നെ വിശാല മനസ്സേ, വിദൂര മനസ്സേ, വീണ്ടും കാണാം. അതെ, ഓക്കെ. പിന്നെ വേറെ തന്നെയാണ്. ഇത് കൊള്ളാം കേട്ടോ. ഇത് ഇച്ചിരി കാവ്യാത്മകമായിട്ടൊക്കെ. നീലാകാശം വെണ്ണിലാവിനെ സ്നേഹിച്ചു, വെണ്ണിലാവ് സ്നേഹിച്ചു, നക്ഷത്രങ്ങളെ നഷ്ടപ്പെട്ടു പോയ പ്രണയത്തെ ഓർത്ത് ഇനിയും മഴയായി പെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഫ്രണ്ട് ഇതൊക്കെ എന്തോന്നു എനിക്ക് ഇപ്പം കാണുമ്പോൾ അത് ക്രിഞ്ചായിട്ട് വന്നു. അന്നൊക്കെ അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. അതിന് നെക്സ്റ്റ് അടുത്ത ധനുഷ്. നീ ഇത് കാണുന്നുണ്ടോ നോക്കോ. ഇവനായിരുന്നു ശംഭു. അതെ, എന്താ പറയാനോ. കടലിലെ മണൽത്തരികളും ആകാശത്തെ നക്ഷത്രങ്ങളും എന്നെണ്ണിത്തീരുന്നു, അന്ന് നിന്നെ മറക്കും. ഓ, ഭയങ്കരമാണ് വരിയപ്പ. ഇപ്പോഴും കൂടെ ഉണ്ട്, അതുകൊണ്ട് എണ്ണി തീർന്നില്ല, മറന്നിട്ടും ഇല്ല, കൂടെ ഉണ്ട്. ഓക്കെ, അവനാണ് നമ്മുടെ ശംഭു, പ്രേമത്തിൽ 2ാമത്തെ. ഓക്കെ, അടുത്തൊരുത്തൻ എഴുതിയ MA പഠിച്ചാലും BA പഠിച്ചാലും എന്നെ മറക്കരുത്. ഈ ഒരു സാധനം എൻ്റെ പണ്ടേ അന്നത്തെ മെയിൻ ഒരു സാധനം. ഈ മറ്റേ വിശാല മനസ്സിൻ്റെ കൂട്ട് മെയിൻ സാധനമായിരുന്നു. MA പഠിച്ചാലും BA പഠിച്ചാലും എന്നെ മറക്കരുത്. പക്ഷെ നൊസ്റ്റാൾജിയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഈ ഒരു ഓട്ടോഗ്രാഫ് എന്തോന്ന് പോലും അറിയാത്ത കുറേ പിള്ളേരുണ്ട്. അതെ, അപ്പോഴൊക്കെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ ഗോൾഡാണ്. അതെ, ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ +2 വെച്ച് എഴുതാൻ മേടിക്കാൻ പറ്റിയില്ല. അന്ന് എന്തോ പറ്റിയോ, അങ്ങനെ ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ തുടക്കമായിരുന്നു.
ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ തുടക്ക സമയമായിരുന്നു. അപ്പം എല്ലാവരും അങ്ങനെ ഈ ഓട്ടോഗ്രാഫൊക്കെ മറന്നു പോയ സമയമായിരുന്നു. പോട്ടെ. ഓക്കെ, അപ്പോൾ അടുത്ത എൻ്റെ ഒരു ഫ്രണ്ട് എഴുതിയാണ്. അതൊരു പെണ്ണാണ്. അവൾ എഴുതിയാണ്, ത്യാഗം പ്രണയത്തേക്കാൾ മഹത്താവുന്നു. സ്വഭാവം സൗന്ദര്യത്തേക്കാൾ വലുതാവും. എന്നാൽ നമ്മുടെ സൗഹൃദത്തേക്കാൾ വലുതൊന്നുമില്ല. ഇല്ല, ഇപ്പൊ എവിടെയാണോ എന്തോ തമ്പുരാനറിയാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. അതെ, ഇതൊരു സ്പെഷ്യലാണ്. അതെ, നമ്മുടെ ഒരു ലൈൻ കമ്പ് എഴുതിയ ഇതാണ്, വായിച്ചു തരാം. My silence does not mean I forgot you. My disappearance does not mean I don't care about you. Become a friend like you, okay, is always is my heart. പിന്നെ ഇത്രയാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് വിശാല മനസ്സിൽ വിദൂര മനസ്സിൽ വിധി ഉണ്ടാൽ വീണ്ടും കാണാം. അസൈൻ സംഭവം. അപ്പം ഇതെന്ന് പറയുമ്പോൾ ഇത് ഞാൻ 10 പഠിക്കുമ്പോൾ 8 വെച്ചുള്ള ഒരു റിലേഷൻ ആയിരുന്നു. അത് 8 പഠിക്കുന്നു, ഞാൻ 10 പഠിക്കുന്നു. അതെ, അങ്ങനെ ഇഷ്ടപ്പെട്ട് ചെയ്തതാണ്. ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേന്, ഈ സമയമൊക്കെ ആയപ്പോഴത്തേന് ഞാൻ വേണ്ട നമുക്ക് നിർത്താമെന്ന് പറഞ്ഞ് ബ്രേക്കപ്പ് ഒക്കെ ആയിരുന്നു. അപ്പം ഞാൻ ഫോട്ടോഗ്രാഫി കൊടുത്തില്ല പുള്ളിക്കാരി ഇരുന്ന് കരഞ്ഞിട്ടൊക്കെ ആയിരുന്നു ഈ സംഭവം എനിക്ക് എഴുതി തന്നത്. വലിയൊരു ഹർട്ട് ബ്രോക്കൺ. അതെ, ഇപ്പോഴിത് കാണുന്നത് എന്തോ ഒരു വിഷമമാണ്. അല്ലേ, അടുത്ത എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, ഒരു ഗേൾ ഫ്രണ്ട് ഇല്ല, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ആഷ്ലി ജേക്കബ്. അവൾ എഴുതിയൊരു ഇതാണ്, കാണുന്നുണ്ടെങ്കിൽ നോക്കിയോ, നീ എഴുതിയാണ്, ഫ്രണ്ട് എഴുതി തന്നതാണ്. അപ്പം അത് വായിച്ചു നോക്കാം. വിശാല മനസ്സേ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, പഞ്ചാര പരത്തുന്നു, പഞ്ചാര അടിക്കുമ്പോൾ ഓർക്കണം വിശാലെ, താഴെ പുഴയാണ്, ആരെങ്കിലും തട്ട് താഴെ വീഴും, സൂക്ഷിക്കണം. ഫ്രണ്ടാവും അങ്ങനൊന്നും ഇല്ല, ഞാൻ നമ്മളൊന്നും അത്രയ്ക്കൊന്നും അല്ല, വളരെ ചെറുതായിട്ട് ഇതൊക്കെ കാണുക. പിന്നെ ഒരു എഴുതിയാണ്, നിന്നെ എന്നും ഇതോ പുഴുങ്ങി ഞാൻ മൂത്ത് മുഴുവൻ കരപ്പൻ. അതെ, അന്ന് 10ാം ക്ലാസ് തൊട്ടാണ് ഈ കരപ്പം പോലെ മുഖത്തെല്ലാം കൂടെ വന്നു തുടങ്ങിയത്. വന്നു തൊട്ട് ട്രോള് കിട്ടിയ തുടങ്ങിയ സംഭവമാണ്. കുറേ പേര് ട്രോളിക്കുണ്ട്, അതൊക്കെ നമുക്ക് മാറ്റണം. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ലൈൻ. സെക്കൻഡ് ലൈൻ ഒന്നുമല്ല, നമ്മൾ 8 പഠിക്കുമ്പം സെയിം ക്ലാസ് തന്നെ ആയിരുന്നു. 8ാം ക്ലാസ് വെച്ച് പറഞ്ഞു, സെറ്റായി. അത് 8, 9, 10 3 വർഷം ഉണ്ടായിരുന്നു. 3ാമത്തെ വർഷം ഞാൻ ചീറ്റ് ചെയ്തു. മറ്റേനെ കുറേ പോയി 8. എങ്ങനെ ക്ലാഷായി, കുറേ ആയിപ്പോയി. എല്ലാം മിസ് ചെയ്യുന്നു. എന്നെ സ്നേഹിച്ച് പറ്റിച്ച വഞ്ചക, നീ വിവാഹം കഴിക്കുന്ന നിമിഷം എന്നെ വെറുതെ കരയും. അന്ന് ഞാൻ എൻ്റെ ഹൃദയങ്ങളിൽ പൊട്ടിച്ചിരിക്കുക. എൻ്റെ പൊന്നെ, ഇത് കാണുമ്പോൾ ഇപ്പോഴും വിഷമമുണ്ട്. അതെ, പോട്ടെ. അടുത്ത എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ഐശ്വര്യ. കാണുന്നുണ്ടെങ്കിൽ നിനക്ക് ഞാൻ ഇപ്പോൾ കഴിപ്പിച്ചു തരാം. വിഷിപ്പശി, അവള് സ്ഥിരമായിട്ട് എന്നെ വിളിക്കുന്ന അങ്ങനെയായിരുന്നു, വിഷിപ്പശി. ഓർക്കുവാൻ നിനക്ക് എന്ത് നൽകും, ഓർക്കുവാൻ ഞാൻ നിനക്ക് എന്ത് നൽകണം, ഓർക്കണമെന്ന വാക്കുമാണ്. പടയപ്പാ, നിനക്ക് ഓർമ്മയുണ്ടോ ഇണങ്ങിയും പിണങ്ങിയും ഒരുമിച്ചിരുന്ന അനർക്കമുള്ള നിമിഷങ്ങൾ? അതേത് നിമിഷം? എനിക്ക് ഓർമ്മയില്ല കേട്ടാ, ദൈവമേ. തരട്ട് പാടി കേൾക്കാൻ കേൾക്കുന്ന പാലക്കാടൻ കാറ്റും കാവൽ എന്നിരുന്ന കൈബിൻ കൂട്ടവും ഈ ഓർമ്മകൾ എന്ന് ഓർക്കുക എൻ്റെ താളിലേത്. എൻ്റെ പിന്നെ അത് കുറേ എഴുതി വെച്ചിട്ടുണ്ടാവും. ക്ലാസ്സിലെ പഠിപ്പിയായിരുന്നു. അപ്പോൾ പഠിപ്പിയായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അതിനെപ്പറ്റി ഓർമ്മയില്ല, നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അങ്ങനെ കുറേ പേര് അടുത്ത കുറേ ഗ്യാപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോഴും എൻ്റെ കൂടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള വ്യക്തിയാണ് അഖില. അപ്പം അവൾക്ക് വേണ്ടിയാണ്. ധനം എന്നും ഉണ്ടാവില്ല, ഇന്ന് നാളെ പോകും. പോകും, എന്നാൽ ഫ്രണ്ട്ഷിപ്പ് എന്നും ഉണ്ടാകും. ഇന്നെല്ലാം കൂടെ കണ്ടതേ ഉള്ളൂ, ഇന്നലെ കൂടെ ഞങ്ങൾ വീഡിയോ എടുത്തതേ ഉള്ളൂ. അവൾ എൻ്റെ ക്യാമറ പിടിച്ച് തന്നായിരുന്നു, വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അത് പിന്നീട് വരുന്നതായിരിക്കും. ജീവിതത്തിൽ ഏക സമ്പാദ്യം ഫ്രണ്ട്സാണ്. അതെ, ബെസ്റ്റ് ഫ്രണ്ടാണ്. ബെസ്റ്റ് ഫ്രണ്ട് എങ്കിലാ. ഓക്കെ, അടുത്ത കോയ. നീ ഇപ്പോഴും കാണുന്നുണ്ടെന്ന് അറിയാം. നീ ഇതിന് വന്ന് കമന്റ് ഇടണം. ഇതിന്. ഇവനാണ് കോയ. 3ാമത്തെ
ഞങ്ങൾ ഇങ്ങനെയായിരുന്നു, ഞാൻ സെൻറ്റർ, ഒരു ലെഫ്റ്റ് റൈറ്റ്. അപ്പം ഞങ്ങൾ 3 പേരായിരുന്നു. ഇപ്പോൾ കോയ അവൻ എഴുതി ഡിയർ വിശാൽ. ഓ പണ്ട് ഹിന്ദി വലിയ കുണാണ്ട്ര. ഇപ്പോൾ അവന് ആന്ധ്രാപ്രദേശിലെ സേഫ്റ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. കുണാന്ന് ഹിന്ദി പറയുന്നുണ്ട്. ഞാൻ കാണിക്കാം, പിന്നീട് വരും. നീല തടാകത്തിൽ നീ ഇത് വീണു പൊലിഞ്ഞ് പോകാതെ നോക്കുക. അതെ, ഇത് നീല തടാകത്തിൽ വീണു പോകാതെ നോക്കുക. കൊള്ളാം. WC അയക്കാൻ മറക്കില്ല. മറക്കും, നിന്നെ ഞാൻ മറക്കൂടാ. പടാ ഇപ്പോഴും ഉണ്ട് അടുത്ത്. എന്നിട്ടാണ് മറക്കുന്ന പറഞ്ഞു. നമ്മുടെ അടുത്ത ചങ്ക് ഇതുവരെ ഇതിനകത്ത് എഴുതിയിട്ടില്ല. മാറി ഇതുവരെ ഇതിനകത്ത് എഴുതിയിട്ട് പോലും ഇല്ല. ബ്ലഡ് ഫുൾ അവനെ അൻകൃഷ്ണൻ അവൻ എഴുതിയില്ല. അവനെ കൊടുക്കണം നമുക്ക്. ബ്ലഡ് ഫുൾ. അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ. മിസ് ചെയ്യും, എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. ആരിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ പറയാം. ഇത് ഞാൻ യാദൃച്ഛയായിട്ട് കിട്ടിയതാണ്. എൻ്റെ അലമാരി ഒന്ന് സെറ്റാക്കിയപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ 100 സബ്സ്ക്രൈബറിൻ്റെ വീഡിയോയും കൂടെ, അതെ 100 സബ്സ്ക്രൈബറിൻ്റെ വീഡിയോ സ്പെഷ്യലാണ്. അപ്പം മുന്നോട്ട് പോകാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി നമ്മുടെ അടിപൊളി വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം പിന്നീട് കാണാം. ടാറ്റാ.